സമൂഹത്തിൽ അധികം പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് വായ്നാറ്റം. മിക്കവാറും കേസുകളിലും വായ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് വായ്നാറ്റത്തിന് കാരണമാകുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്തി ചികിത്സ ചെയ്യുന്നതാണ് പ്രധാനം. നാറ്റത്തിനുള്ള ഏറ്റവും സാധാരണ കാരണമാണ് മോശ ദന്തശുചിത്വം. പല്ലുകൾക്കിടയിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ കൊടുങ്ങുമ്പോൾ വായിൽ വളരുന്ന ബാക്ടീരിയ അവ വിഘടിപ്പിക്കുന്നു. ഇത് ദുർഗന്ധമുണ്ടാക്കുകയും ദന്തക്ഷയത്തിനും മോണരോഗത്തിനും കാരണമാവുകയും ചെയ്യും. മോണരോഗങ്ങളുള്ളവരിലും വായിൽ പുണ്ണുകളുള്ളവരിലും വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അതുപോലെ വായിൽ ഉമിനീർ കുറഞ്ഞൊരവസ്ഥയാണ് വരണ്ട വായ്. പ്രത്യേക രോഗം കാരണം വരണ്ടവ ഉള്ളവരിലും ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട്. മൂക്കിലോ തൊണ്ടയിലോ ശ്വാസകോശത്തിലോ അണുബാധ ഉള്ളവരിലും വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളും വായിൽ ദുർഗന്ധം ഉണ്ടാക്കുന്നു. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും വായ്നാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങൾ മൂലവും ഗ്യാസ് ട്രബിൾ, ഹെർണിയ, കരൾ രോഗങ്ങൾ, പ്രമേഹം, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മൂലവും വായ്നാറ്റം ഉണ്ടാകാം. വായ്നാറ്റം തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും 2 തവണ ബ്രഷ് ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുന്നത് പ്രധാനമാണ്. കാരണം ഇത് പല്ലിൽ നിന്നും ആഹാരാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും രാത്രിയിലെ ബാക്ടീരിയ വളർച്ച കുറയ്ക്കുകയും ചെയ്യും. ടൂത്ത് ബ്രഷിങ്ങിനൊപ്പം ടങ് ക്ലീനറോ ടങ് സ്ക്രാപ്പറോ ഉപയോഗിച്ച് നാവും വൃത്തിയാക്കുക. പല്ലുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. പല്ല് തേച്ചതിന് ശേഷം ആന്റിസെപ്റ്റിക് മൗത്ത് വാഷസ് ഉപയോഗിക്കുന്നത് വായ്നാറ്റം കുറയ്ക്കാൻ സഹായിക്കും. സെറസ്റ്റോമിയ പോലുള്ള അസുഖമുള്ളവർ വാ വരളാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. മധുരമില്ലാത്ത ച്യൂയിങ്ങം ചവയ്ക്കുന്നതും വാ നനവുള്ളതായി സൂക്ഷിക്കാൻ സഹായിക്കും. വായ്നാറ്റമുള്ളവർ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പുകയില ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക. പല്ല് സെറ്റുകൾ ഉപയോഗിക്കുന്നവർ അവ ദിവസവും വൃത്തിയാക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് അവ ഊരിവെക്കുക. വായിൽ അസഹ്യമായ ദുർഗന്ധം സ്ഥിരമായി ഉണ്ടാകുന്നവരും മോണരോഗങ്ങളുള്ളവരും ഒരു ഡോക്ടറുടെ സേവനം തേടുന്നത് നല്ലതായിരിക്കും. വായ്നാറ്റത്തെ ലഘുവായി കണ്ട് ചികിത്സിക്കാതിരിക്കരുത്. ഇനി വായ്നാറ്റം അകറ്റാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ മൗത്ത് ഫ്രഷുകൾ പരിചയപ്പെടാം. ഗ്രീൻ ടീ ദിവസേന കുടിക്കുന്നത് വായ്നാറ്റം കുറയ്ക്കാൻ നല്ലതാണ്. വായ്നാറ്റത്തിന് കാരണമാകുന്ന സൾഫർ കോമ്പൗണ്ട് അകറ്റാൻ ഗ്രീൻ ടീയിൽ അടങ്ങിയ ആന്റി ഓക്സിഡൻസിന് കഴിയും. ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയവ വായിലിട്ട് കുറച്ചുനേരം ചവച്ചാൽ വായ്നാറ്റം മാറിക്കിട്ടും. ജീരകം, കുരുമുളക്, ഉപ്പ് തുടങ്ങിയവയിട്ട് തിളപ്പിച്ച വെള്ളം ഭക്ഷണശേഷം വായിൽ കൊള്ളുന്നത് വായിലെ ദുർഗന്ധം അകറ്റും. ശേഷം പേരയ്ക്ക, ആപ്പിൾ തുടങ്ങിയവ കഴിക്കുന്നത് വായ്നാറ്റം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. തൈര് കഴിക്കുന്നതും വായ്നാറ്റം കുറയ്ക്കുന്നു. കാരണം തൈരിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് വായ്നാറ്റത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കും.